Hi students, welcome to the video lectures of CS 305 Microprocessors and Microcontrollers. This is our first lecture from module 2. Basically, 8086 microprocessor രണ്ട് ടൈപ്പിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. വൺ ഈസ് സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ഇൻസ്ട്രക്ഷൻസ് മീൻസ് ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്ത് വരുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിലേക്ക് തന്നെ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആവുന്ന സിറ്റുവേഷനാണ് സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ഇൻസ്ട്രക്ഷൻസ്. സീക്വൻഷ്യലി 1 by 1 ആയിട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി കറണ്ട് എക്സിക്യൂഷന് ശേഷം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഒരു പ്രീ ഡിഫൈൻഡ് അഡ്രസ് പാർട്ടിലേക്കോ നമ്മുടെ കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നതാണ് സെക്കൻഡ് ടൈപ്പ് കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. ഇനി ഇങ്ങനെ രണ്ട് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആയാലും നമ്മുടെ സോഴ്സ് ഓപ്പറാൻഡിൻ്റെ ഇൻഫോർമേഷൻ ഒരു ഇൻസ്ട്രക്ഷനിൽ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ട സോഴ്സ് ഓപ്പറാൻഡ് ഒരു ഇൻസ്ട്രക്ഷനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഡയറക്റ്റ്ലി ഗിവൺ ആണോ, രജിസ്റ്റർ വഴിയാണോ, അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ വഴിയാണോ, എങ്ങനെയാണ് സോഴ്സ് ഓപ്പറാൻഡിലേക്കുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഒരുപാട് ടൈപ്പ് അഡ്രസ്സിംഗ് മോഡുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിലും രണ്ട് സെറ്റ് ഓഫ് അഡ്രസ്സിംഗ് മോഡാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ഇൻസ്ട്രക്ഷൻസിൽ മെയിനായിട്ട് കണ്ടുവരുന്ന അഡ്രസ്സിംഗ് മോഡ്. 8 ടൈപ്പ് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ ഓപ്പറാൻഡ് അല്ലെങ്കിൽ സോഴ്സ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് ഡയറക്റ്റ്ലി ഗിവൺ ആയിരിക്കും. നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റ ഇൻസ്ട്രക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ മൂവ് DL,08. അപ്പോൾ 08 എന്ന് പറയുന്നതാണ് നമ്മുടെ സോഴ്സ് ഓപ്പറാൻഡ്. അതിനെ DL എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കുക. അപ്പോൾ ഡയറക്റ്റ്ലി ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ഡാറ്റേനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് 8 ബിറ്റ് ആവാം, 16 ബിറ്റ് ആവാം. 16 ബിറ്റ് ആകുമ്പോൾ 0A9F. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക, മൂവ് AX,0A9F. അപ്പോൾ അതിൽ 0A9F എന്ന് പറയുന്ന ഡാറ്റേനെ AX എന്ന് പറയുന്ന 16 ബിറ്റ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കുക. ഇതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് ഓപ്പറാൻഡിൻ്റെ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ സോഴ്സ് ഓപ്പറാൻഡ് എവിടെയാണോ ആ ലൊക്കേഷൻ്റെ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു മെമ്മറി അഡ്രസ്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ അത് നമ്മുടെ ഡാറ്റയാണ് എന്ന് വെച്ച് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഡാറ്റയല്ല, അതൊരു അഡ്രസ്സാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിടുക. അപ്പോൾ മൂവ് BX,1354. 1354 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന ഡാറ്റ ഓപ്പറാൻഡിനെ DX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കണം എന്നാണ് ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പിനെയാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ദ തേർഡ് വൺ ഈസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സ് ഓപ്പറാൻഡ് ഒരു രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അത് ഏത് രജിസ്റ്ററിലാണോ ആ രജിസ്റ്ററിൻ്റെ നെയിം ആയിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ മൂവ് CL,DH. അപ്പോൾ DH എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള ഡാറ്റ എന്താണോ അതിനെ CL എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കുക. ഇതാണ് ഇൻസ്ട്രക്ഷൻ്റെ മീനിങ്. അപ്പോൾ ഡാറ്റ സോഴ്സ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുക. ആ രജിസ്റ്ററിൻ്റെ നെയിം ഡയറക്റ്റ്ലി ഗിവൺ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഇത്തിരി ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നമ്മളൊരു സോഴ്സ് ഓപ്പറാൻഡിൻ്റെ മെമ്മറി അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസ് അഡ്രസ്സ് പ്ലസ് ഒരു എഫക്റ്റീവ് അഡ്രസ്സ് ആഡ് ചെയ്യണം. ഈ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് വെച്ചാൽ ഒരു ഓഫ്സെറ്റ് അഡ്രസ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഓഫ്സെറ്റ് അഡ്രസ്സ് നമ്മൾ യൂഷ്വലി BP ബേസ് പോയിൻ്റർ, ബേസ് രജിസ്റ്റർ, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്, സോഴ്സ് ഇൻഡെക്സ് പോലുള്ള രജിസ്റ്റേഴ്സിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആ പെർട്ടിക്കുലർ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സോഴ്സ് ഓപ്പറാൻഡ് ഇരിക്കുന്ന മെമ്മറി ലൊക്കേഷനാണ് ഓഫ്സെറ്റ് അഡ്രസ്സ് പ്ലസ് ബേസ് അഡ്രസ്സ്. അത് ബേസ് അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ കണ്ടൻ്റ് ആയിരിക്കും. അത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആ ഡാറ്റയിലേക്കുള്ള മെമ്മറി അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ
നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഏത് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വേണം എന്നുള്ളതിൻ്റെ ആ ഒരു ഓഫ്സെറ്റ് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ഓഫ്സെറ്റ് അഡ്രസ്സും ബേസ് അഡ്രസ്സും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മെമ്മറി അഡ്രസ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ മൂവ് AX, BX എന്ന് പറഞ്ഞിട്ടുണ്ട്. BX ഒരു മെമ്മറി അഡ്രസ്സിനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് മീനിങ്? BX എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഇരിക്കുന്ന ഓഫ്സെറ്റ് അഡ്രസ്സ് അതായിരിക്കും ആ ഡാറ്റയുടെ എഫക്റ്റീവ് അഡ്രസ്സ് EA. ഇനി ആ എഫക്റ്റീവ് അഡ്രസ്സും സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ കണ്ടൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് സോഴ്സ് ഓപ്പറാൻഡിലേക്കുള്ള മെമ്മറി അഡ്രസ്സ് കിട്ടുക. അല്ലെങ്കിൽ സോഴ്സിനെ നമുക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റുക. അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയണത്. നെക്സ്റ്റ് ഈസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയണത്. ഇവിടെ ഓഫ്സെറ്റ് അഡ്രസ്സ് എപ്പോഴും എവിടെയായിരിക്കും? ഇൻഡെക്സ് രജിസ്റ്റേഴ്സിലായിരിക്കും. ഇനി ആ ഇൻഡെക്സ് രജിസ്റ്ററിനെ ഡയറക്റ്റ്ലി ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്സെറ്റ് കിട്ടില്ല. എന്ത് ചെയ്യണം? ആ ഇൻഡെക്സ് രജിസ്റ്ററിലേക്ക് ഇതിലൊരു 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കതിനെ എഫക്റ്റീവ് അഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സാമ്പിൾ നോക്കുക. മൂവ് BX, SI+16. SIയിലെ കറണ്ട് കണ്ടൻറ്റിൻ്റെ കൂടെ ഒരു 16 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്തു. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഡാറ്റയുടെ എഫക്റ്റീവ് അഡ്രസ്സ്. ദെൻ അതിനെ ഏത് സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ കണ്ടൻ്റ് ആണോ ആ സെഗ്മെൻറ്റ് രജിസ്റ്ററുമായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒറിജിനൽ ഡാറ്റേനെ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ കോമൺലി ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൽ ഓഫ്സെറ്റ് അഡ്രസ്സ് വന്നാൽ നമ്മൾ നോക്കേണ്ട സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഡാറ്റ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ DSCയിലെയോ ESCയിലെയോ ഡാറ്റ പ്ലസ് എന്ത് വേണം? നമ്മുടെ ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്ത എഫക്റ്റീവ് അഡ്രസ്സും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് സോഴ്സ് ഓപ്പറാൻഡ് ഒബ്റ്റെയിൻ ചെയ്യാം. ആണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ്. നെക്സ്റ്റ് ഈസ് രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിങ് മോഡ്. ഇവിടെ ബേസ് വാല്യൂ, നമ്മുടെ സോഴ്സ് ഓപ്പറാൻഡിൻ്റെ ബേസ് വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത് BX രജിസ്റ്റർ അല്ലെങ്കിൽ BP രജിസ്റ്റർ, SI രജിസ്റ്റർ, DI രജിസ്റ്റർ. ഇതിൻ്റെ കൂടെ ഒരു 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്ത ഫോർമാറ്റിലായിരിക്കും. ഇനി ആ എഫക്റ്റീവ് അഡ്രസ്സും കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ ബേസ് അഡ്രസ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെമ്മറി അഡ്രസ്സ്, സോഴ്സ് ഓപ്പറാൻഡിലേക്കുള്ള മെമ്മറി അഡ്രസ്സ് കിട്ടുക. എക്സാമ്പിൾ നോക്കുക. മൂവ് AX, BX+8. BX എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്സാണ്. അപ്പോൾ എഫക്റ്റീവ് അഡ്രസ്സിനുള്ള ബേസ് വാല്യൂ കിട്ടി, +8 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഈ എഫക്റ്റീവ് അഡ്രസ്സും അതിൻ്റെ കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലുള്ള ബേസ് അഡ്രസ്സും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മെമ്മറി അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ സോഴ്സ് ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യേണ്ടത്. ഇനി ആ ഓപ്പറാൻഡിനെ AX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കണം. അപ്പോൾ ഇത്രയും കൂടി വർക്ക് കൂടി. തൊട്ട് മുമ്പ് പറഞ്ഞതിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ സെഗ്മെൻറ്റ് രജിസ്റ്ററിനെ ആഡ് ചെയ്യും. ഇവിടെ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് മാത്രമല്ല, ബേസ് പോയിൻ്ററോ അല്ലെങ്കിൽ ബേസ് രജിസ്റ്റർ BXോ എന്ത് വേണമെങ്കിലും നമ്മുടെ എന്താ പറയുക ബേസ് വാല്യൂ അല്ലെങ്കിൽ ഓഫ്സെറ്റ് അഡ്രസ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന രജിസ്റ്റർ ആവാം. അതിലേക്ക് നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടാണ് എഫക്റ്റീവ് അഡ്രസ്സ്. ഈ എഫക്റ്റീവ് അഡ്രസ്സും കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ വാല്യൂയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് മെമ്മറി അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ്. ഇവിടെ നമ്മുടെ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ബേസ് രജിസ്റ്റർ പ്ലസ് ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് കിട്ടുക. അപ്പം എക്സാമ്പിൾ നോക്കിയേ. മൂവ് DX, BX+SI. അപ്പം ആദ്യം തന്നെ എന്ത് ചെയ്യണം? BXയിലെ കണ്ടൻറ്റും SIയിലെ കണ്ടൻറ്റും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. അതായിരിക്കും നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്സ്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് രജിസ്റ്റർ ഏതെന്ന് നോക്കുക. ഒന്നില്ലെങ്കിൽ എക്സ്ട്രാ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഡാറ്റ സെഗ്മെൻറ്റ് ആയിരിക്കും ഡിഫോൾട്ട് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ അതിലത്തെ കണ്ടൻറ്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മെമ്മറി അഡ്രസ്സ്, സോഴ്സ് ഓപ്പറാൻഡിലേക്കുള്ള മെമ്മറി അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. അതിനുശേഷം സോഴ്സ് ഓപ്പറാൻഡിനെ DX എന്ന് പറയുന്ന 16 ബിറ്റ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കുക. ഈ ടൈപ്പ് അഡ്രസ്സിങ് മോഡാണ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ്. ഇതിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ്. ഇവിടെ ബേസ്ഡ് രജിസ്റ്റർ BXയിലെ കണ്ടൻറ്റ് പ്ലസ് ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടൻറ്റ്, അതിൻ്റെ കൂടെ ഒരു 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് വെച്ചാൽ കണ്ടൻറ്റ് ഓഫ് BX+
DI+08 ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടുള്ളൂ. ഈ എഫക്റ്റീവ് അഡ്രസ്സും കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ അഡ്രസ്സും കൂടി ആഡ് ചെയ്തിട്ട് മെമ്മറി അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ആ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും എവിടേക്ക് കൊടുക്കുക? മെമ്മറി അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ സോഴ്സ് ഓപ്പറാൻഡിനെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ദെൻ സോഴ്സ് ഓപ്പറാൻഡിനെ AX രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് 8 ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡ്സ് ഇൻ സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ഇൻസ്ട്രക്ഷൻസ്. സോ നെക്സ്റ്റ് വരുന്നത് കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസിലത്തെ അഡ്രസ്സിങ് മോഡ്സ് ആണ്. കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എന്താണ്? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലേക്ക് നമുക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സെക്ഷനിലേക്ക് നമ്മുടെ കൺട്രോൾ എക്സിക്യൂഷൻ കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. മെയിനായിട്ടും ഇതിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ എക്സാമ്പിളാണ് ഇൻട്രപ്റ്റ്, INT എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് വരാം, കോൾ ഇൻസ്ട്രക്ഷൻസ്, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ, ജമ്പ് ഇൻസ്ട്രക്ഷൻ പോലെയുള്ളവരാണ് നമ്മൾ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഇതിൽ മെയിൻലി 2 ടൈപ്പ് അഡ്രസ്സിങ് മോഡുകളാണ് വരുന്നത്. ഒന്ന് ഇൻ്റർ സെഗ്മെൻറ്റ് അഡ്രസ്സിങ് മോഡ്, സെക്കൻഡ് ടൈപ്പ് ഈസ് ഇൻട്രാ സെഗ്മെൻറ്റ് അഡ്രസ്സിങ് മോഡ്. ഇൻട്രാ സെഗ്മെൻറ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, നമ്മുടെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് സെയിം സെഗ്മെൻറ്റിൽ തന്നെയായിരിക്കും. ഇൻട്രാ ആ നെയിമിൽ നിന്ന് തന്നെ അറിയാം, വിത്തിൻ ദ സെഗ്മെൻ്റ് ആയിരിക്കും. വിത്തിൻ ദ സെഗ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കേസിലാണ് ഇൻട്രാ സെഗ്മെൻറ്റ് അഡ്രസ്സിങ് മോഡ് യൂസ് ചെയ്യുക. അത് 2 ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് മോഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മോഡും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ എവിടേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ മീനിങ് സ്പെസിഫൈഡ് ആയിരിക്കും. ഇപ്പോൾ ജമ്പ് ഷോർട്ട് ലേബൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. അവിടെ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ജമ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഷോർട്ട് ലേബൽ എന്ന് പറയുന്നത് ഒരു സൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എത്ര ഇത് മാറിയാണ് നമ്മുടെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇൻട്രാ സെഗ്മെൻറ്റിലെ ഡയറക്റ്റ് മോഡ് അഡ്രസ്സിങ് മോഡിൽ പറയുന്നത്. ഇൻസ്ട്രക്ഷനിൽ തന്നെ എവിടേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ള മീനിങ് സ്പെസിഫൈ ചെയ്യുന്ന രീതി. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻട്രാ സെഗ്മെൻറ്റ് ഇൻഡയറക്റ്റ് മോഡ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇൻസ്ട്രക്ഷനിൽ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് മൂവ് ചെയ്യിക്കേണ്ട അഡ്രസ്സ്, ബ്രാഞ്ച് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ആ മെമ്മറി ലൊക്കേഷൻ നമ്മളൊരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തേക്കായിരിക്കും. ആ രജിസ്റ്റർ ആയിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ജമ്പ് AX എന്ന് പറയുന്നത് രജിസ്റ്ററിലെ കണ്ടൻറ്റിലേക്കല്ല നമുക്ക് പോകേണ്ടത്. ആ AX എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും. ആ മെമ്മറി അഡ്രസ്സിലേക്കാണ് നമ്മൾ ബ്രാഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ മെമ്മറി അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്റർ നെയിം ആയിരിക്കും ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവുക. അങ്ങനെയാണ് ഇൻട്രാ സെഗ്മെൻറ്റ് ഇൻഡയറക്റ്റ് മോഡ്. ഇവിടെയും നമ്മൾ ജമ്പ് ചെയ്യുന്നത് സെയിം സെഗ്മെൻറ്റിലേക്ക് തന്നെയാണ്. സെയിം സെഗ്മെൻറ്റിൽ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് കൺട്രോളിനെ ജമ്പ് ചെയ്യിപ്പിക്കണം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റർ സെഗ്മെൻറ്റ്. ഇൻ്റർ സെഗ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ജമ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിലായിരിക്കും. ഇവിടെയും 2 ടൈപ്പിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസിൽ സോഴ്സ് ഓപ്പറാൻഡിനെ സ്പെസിഫൈ ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ ഇൻ്റർ സെഗ്മെൻറ്റ് ഡയറക്റ്റ് മോഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻ്റർ സെഗ്മെൻറ്റ് ഇൻഡയറക്റ്റ് മോഡ്. ഇനി അത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഇൻ്റർ സെഗ്മെൻറ്റ് ഡയറക്റ്റ് മോഡ് എന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കോഡ് സെഗ്മെൻറ്റിൻ്റെയും ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൻ്റെയും വാല്യൂ ഡയറക്റ്റ്ലി ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ജമ്പ് 2000:3000. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെയും സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൻ്റെയും. അപ്പോൾ എവിടേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്, ഏത് സെഗ്മെൻറ്റിൽ ഏത് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യം ഇൻസ്ട്രക്ഷനിൽ കറക്റ്റ്ലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ബ്രാഞ്ച് അഡ്രസ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഇൻസ്ട്രക്ഷനിൽ ഡയറക്റ്റ്ലി സ്പെസിഫൈഡ് ആയിരിക്കും. ഈ മെത്തേഡാണ് ഇൻ്റർ സെഗ്മെൻറ്റ് ഡയറക്റ്റ് മോഡ്. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഈസ് ഇൻ്റർ സെഗ്മെൻറ്റ് ഇൻഡയറക്റ്റ് മോഡ്. ഇവിടെ നമുക്ക് ജമ്പ് ചെയ്യേണ്ട കോഡ് സെഗ്മെൻറ്റിലെയോ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൻ്റെയോ വാല്യൂ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്താണ്, എവിടേക്കാണ് പോവേണ്ടത് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലേക്കാണോ, ഏത് ലൊക്കേഷൻ തൊട്ട് ഏത് ലൊക്കേഷൻ വരെയാണോ നമുക്ക് റീഡ് ചെയ്യേണ്ടത്, അതിൽ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ അഡ്രസ്സ് മാത്രമാണ് ഇൻസ്ട്രക്ഷനിൽ പറയുള്ളൂ. അതായത് നമുക്ക് കോഡ് സെഗ്മെൻറ്റിൻ്റെ വാല്യൂയും കിട്ടണം, ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൻ്റെ വാല്യൂയും കിട്ടണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
MSB LSB ആയിട്ട് 4 ലൊക്കേഷൻ ഫെച്ച് ചെയ്താലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ബ്ലോക്ക്, ഒരു മെമ്മറി ബ്ലോക്കിനെയാണ് നമുക്ക് ഫെച്ച് ചെയ്യേണ്ടത്. ആ മെമ്മറി ബ്ലോക്കിലുള്ള എല്ലാ അഡ്രസ്സുകളും ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവില്ല. ആ ഒരു സെറ്റിലത്തെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഏതാണോ, ആ മെമ്മറി ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എവിടെയാണോ ആ അഡ്രസ്സായിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ജമ്പ് 5000, അതൊരു മെമ്മറി അഡ്രസ്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജമ്പ് ചെയ്യാൻ പോകുന്ന മെമ്മറി ലൊക്കേഷൻ ഏതാണോ ആ മെമ്മറി ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. 5000 എന്ന് പറഞ്ഞ ലൊക്കേഷൻ തൊട്ട് നമുക്ക് ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ഫെച്ച് ചെയ്യണം. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു മെത്തേഡാണ് ഇൻ്റർ സെഗ്മെൻറ്റ് ഇൻഡയറക്റ്റ് മോഡ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള അഡ്രസ്സിങ് മോഡുകൾ. അപ്പോൾ 2 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഓരോ ടൈപ്പിലും ഒരു സെറ്റ് ഓഫ് അഡ്രസ്സിങ് മോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Thank you for watching this video.